വരുന്നുണ്ട്. തിരുവനന്തപുരം നന്ദിയോട് പടക്ക നിർമ്മാണശാലയിൽ തീപിടുത്തം. പടക്ക നിർമ്മാണശാലയുടെ ഉടമ ഷിബുവിന് പരിക്കേറ്റു. ഇയാൾ മാത്രമാണ് ഈ സംഭവ സമയത്ത് കെട്ടിടത്തിലുണ്ടായിരുന്നത്. കെട്ടിടം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആർ അനന്തകൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, എപ്പോഴാണ് ഈ സംഭവം? ഷിബു എവിടെയാണ്? ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? തിരുവനന്തപുരം നെടുമങ്ങാടിനടുത്ത് നന്ദിയോടാണ് ഈ അപകടം ഉണ്ടായത്. നന്ദിയോട് പ്രവർത്തിക്കുന്ന ശ്രീമുരുക എന്ന് പറയുന്ന പടക്ക നിർമ്മാണവും വിൽപ്പനയും നടക്കുന്ന കടയാണ്. ആ കടയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ഈ കടയുടെ ഉടമ ഷിബു രാവിലെ വന്ന് ഈ കെട്ടിടം തുറന്ന് ഏതാണ്ട് അരമണിക്കൂറിന് ശേഷമാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്. എങ്ങനെയാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നുള്ള കാര്യം അവ്യക്തമാണ്. ഈ കെട്ടിടം പൂർണ്ണമായും തകർന്നു. ഷിബുവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഷിബുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപകടത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ഈ കട തുറന്ന് അല്പസമയത്തിനകം പൊട്ടിത്തെറി ഉണ്ടാവുകയായിരുന്നു എന്നാണ് സമീപവാസികൾ പറയുന്നത്. വലിയ ശബ്ദം സമീപവാസികളൊക്കെ കേട്ടിട്ടുണ്ട്. ഏതായാലും കടയിൽ ഷിബു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് ജോലിക്കാരൊക്കെ എത്താനുള്ള സമയമായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഷിബുവിന്റെ നില അല്പം ഗുരുതരമാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. അനന്തൻ, ഇപ്പൊ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സമീപത്തൊന്നും വീടുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഈ ഒരു നിർമ്മാണശാല മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പം രക്ഷാപ്രവർത്തനം അതുകൊണ്ട് അറിയാൻ വൈകിയോ ആളുകൾ? ഈ കട പ്രവർത്തിക്കുന്നത് ഒരു ഒഴിഞ്ഞ പറമ്പിന്റെ നടുക്കാണ്. അവിടെ സമീപത്ത് വീടുകളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് വീടുകളില്ലെന്നേ ഉള്ളൂ. പൊട്ടിത്തെറി കേട്ട ഉടനെ തന്നെ നാട്ടുകാർ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ഉടൻ തന്നെ ഷിബുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പൊള്ളൽ ഗുരുതരമായതുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും എത്തിയിട്ടുണ്ട്. തീ പൂർണ്ണമായും കെടുത്തിയിട്ടുണ്ട്. മറ്റ് അപകട സാധ്യത ഇപ്പോഴില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ കെട്ടിടം പൂർണ്ണമായും തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പറമ്പിൽ ഈ ഒരു കെട്ടിടം മാത്രമാണുള്ളത്. തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. പക്ഷേ സമീപത്ത് വളരെ അടുത്ത് ഇല്ല എന്നേ ഉള്ളൂ. എന്തായാലും പ്രദേശവാസികളൊക്കെ അവിടേക്ക് എത്തിയാണ് രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. ഷിബുവിന്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് മാത്രമാണ് അല്പം ആശങ്ക. ഷിബു മാത്രമായിരുന്നു. മറ്റ് ജീവനക്കാരും ഇല്ലേ ആനന്ദർ ഇവിടെ? വേറെ ജീവനക്കാരൊന്നും എത്തിയിരുന്നില്ല. ഷിബു ജീവനക്കാർ ഉണ്ട്, പക്ഷെ അവരെ എത്താൻ സമയമാകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഷിബു ആണ് കട തുറന്നത്. ഈ കട എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണ ശാലയും ഒപ്പം തന്നെ വിൽപ്പന നടത്തുന്ന കട കൂടിയാണ്. ഈ ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ പടക്കം വിൽക്കുന്ന കടയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ കട തുറക്കും. ഇതുവരെ മറ്റ് അപകടങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് വ്യക്തമായിട്ടില്ല. ദൃശ്യങ്ങൾ കാണുമ്പോൾ മതിലൊക്കെ ഒരു കെട്ടിടമാണല്ലോ എങ്ങനെയാണെങ്കിലും അതും അത്രയധികം ഹോളോ ബ്രിക്സ് വെച്ചുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. അപ്പൊ അത്രയധികം വലിയൊരു സ്ഫോടനമായിരിക്കണം ഉണ്ടായത്. തീർച്ചയായിട്ടും. കാരണം അതിന്റെ ഈ കെട്ടിടത്തിന്റെ ഇഷ്ടികയൊക്കെ തെറിച്ച് ദൂരേക്കൊക്കെ വീണിട്ടുണ്ട്. വലിയ സ്ഫോടനമായിരുന്നു. കാരണം ഈ പടക്ക വിൽപ്പന കേന്ദ്രം കൂടി ആയതുകൊണ്ട് ഒരുപാട് സ്റ്റോക്ക്, ഈ സ്ഫോടക ശേഷിയുള്ള വസ്തുക്കളുടെ സ്റ്റോക്ക് അവിടെ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ വലിയ പൊട്ടിത്തെറി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആ കെട്ടിടം പൂർണ്ണമായും തകർക്കാൻ ശേഷിയുള്ള ഒരു സ്ഫോടനം അവിടെ നടന്നിട്ടുണ്ട്. ആ സ്ഫോടനത്തിലാണ് ഷിബു പെട്ടുപോയത്. ഷിബുവിന്റെ നില അല്പം ഗുരുതരമാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഒരു കടയാണ്. എല്ലാ ദിവസവും തുറക്കുന്ന കടയാണ്. അവിടെ നിന്നാണ് ഈ സമീപത്തെ ക്ഷേത്രങ്ങളിലേക്കൊക്കെ ഈ പടക്കമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ക്ഷേത്രങ്ങളിലേക്കുള്ള പടക്കങ്ങൾ പ്രധാനമായും വിൽക്കുന്ന കടയാണ്. അപ്പോൾ എല്ലാ ദിവസവും തുറക്കുകയും ചെയ്യും. ഇതുവരെ അങ്ങനെ അപകടങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ എന്താണ് ഈ ഒരു സ്ഫോടനത്തിന് കാരണം എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്ഫോടനത്തിന്റെ കാരണം എന്താണ് എന്നുള്ളത് അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്.